അങ്ങനെ എനിക്ക് വേറൊരു വണ്ടി കിട്ടി, ഞാൻ സോളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് സേയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നതും അപ്പോൾ ലീഷനാണെങ്കിൽ ഞാൻ തിരിച്ചു വന്നത് നിന്നോടൊരു കാര്യം ചോദിക്കാനായിരുന്നു, നീ അവിടെ ആരെയോ തിരയുന്നുണ്ടായിരുന്നില്ലേ, അതാരാന്ന് ചോദിക്കുന്നതും അതെന്തിനാ നീ അറിയുന്നതെന്ന് ചോദിക്കുന്ന സേയോട് അല്ല എനിക്ക് ആ ഗ്രാമത്തിൽ കുറച്ച് പേരെയൊക്കെ അറിയാം, മാത്രമല്ല താൻ നന്നായിട്ട് തപ്പുന്നുണ്ടായിരുന്നല്ലോ അതാ ചോദിച്ചതെന്ന് പറയുന്ന ഇവനോട് എനിക്കിഷ്ടമുള്ള ഒരാളെയാണ്, അതായത് ചെറുപ്പത്തിൽ എൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്ന് പറയുന്നതും ഇത് കേൾക്കുമ്പോൾ ഇവൻ്റെ ഫേസ് ഒന്ന് ചേഞ്ച് ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ കാറ് ലീഗുൻ്റെ കാറായിട്ട് പാസ് ചെയ്തു പോകുന്നതും ലീഗുനാണെങ്കിൽ ഈ ടൈമിൽ ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ക്യുജോങ്ങിനോട് കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ എൻ്റെ അച്ഛനും ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു, ആള് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിരുന്നത് പേഷ്യൻസ് ആയിട്ടല്ല പകരം സ്വന്തം ആളുകളായിട്ടാണ്, അതായത് ആളുടെ ഇമോഷൻസ് വരെ ഷെയർ ചെയ്യാറുണ്ട്, അവരുടെ പ്രശ്നം ആളുടെ പ്രശ്നമായിട്ട് എടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ അച്ഛനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവൾക്കുണ്ടായ ഒരു ദുരനുഭവം അവിടെ പറയുന്നതും അച്ഛനെ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറ്, പേഷ്യൻസ് ആയിട്ട് ഞാൻ മാക്സിമം കണക്റ്റഡ് ആവാത്തതും അതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഗ്ലാസ്സിൽ നോക്കിയ ടൈമിൽ എനിക്ക് എന്നെ തന്നെ കാണാൻ കഴിഞ്ഞു. ആ സമയത്ത് എനിക്ക് എന്തോ വല്ലാത്ത സങ്കടമൊക്കെ തോന്നി. എന്തായാലും അവരുടെ സങ്കടം പറയാൻ വേണ്ടിയിട്ടില്ല എൻ്റെ അടുത്തേക്ക് വരുന്നത്, പക്ഷെ അവർക്കറിയില്ലല്ലോ എന്നെ പോലത്തെ ഒരു വേസ്റ്റ് ഡോക്ടറോട് അവർ ഇതൊക്കെ പറയുന്നതെന്ന്. ഓൾറെഡി ബാഡ് മെമ്മറീസ് ഉള്ള ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈവൻ ഞാൻ കൂടി അവരുടെ ബാഡ് മെമ്മറി ആയിട്ട് മാറിക്കഴിയുമെന്ന് ഇവള് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ലീഗുനാണെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ കുറ്റം പറയുന്ന ആളെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കുക, ഇനി ആ പേഷ്യൻസിന്റെ ഡാറ്റ കിട്ടുകയാണെങ്കിൽ അത് അനലൈസ് ചെയ്ത് താനല്ല കുറ്റക്കാരി എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഇവൾക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, ഞാനിതൊക്കെ പറഞ്ഞത് ജസ്റ്റ് എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണെന്ന് പറയുന്നതും ഇത് തന്നെയായിരിക്കും തൻ്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിനും വേണ്ടത്, അതായത് തന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ താൻ അവരുടെ കൂടെ നിൽക്കുന്നു, കംഫോർട്ട് ചെയ്യുന്നു, അപ്പോൾ അവരിതൊക്കെ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ലീഗുനെ ഇവള് ശരിക്കും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ പെട്ടെന്ന് സബ്ജക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊരു ചൂടാന്ന് പറഞ്ഞ് ഇവള് വിൻഡോ തുറക്കുന്ന ടൈമിൽ ഒരു ബാഡ് സ്മെല്ല് വരുന്നതും ഇവനാണെങ്കിൽ ഇവളിങ്ങനെ തുറച്ചു നോക്കുന്ന ടൈമിൽ അയ്യേ എൻ്റെ സ്മെല്ലൊന്നുമല്ല ഇത് ശരിക്കും പുറത്തുനിന്നാന്ന് പറയുന്നതും പിന്നീട് ഇതും പറഞ്ഞ് കളിയാക്കിയിട്ട് ഇവർ ഹാപ്പി ആയിട്ട് പോകുന്നൊരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ലീഗുൻ ഇവളെ ഡ്രോപ്പ് ചെയ്യുന്നത് നാളെയാണ് ചാസിയോനയുടെ ഗെയിം, അപ്പം നാളെ വരെ സമയമുണ്ട്, താൻ ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകാൻ നോക്കുന്ന ടൈമിൽ ഇതെല്ലാം തന്നെ സയെ കാണുന്നതും ഇവൾ അങ്ങോട്ട് വരുന്ന ടൈമിൽ ലീഗുൻ ഇവളെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവളുടെ ഫേസ് കാണുന്നില്ല. ഇവളാണെങ്കിൽ അതാരെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ക്യുജോങ് ആണെങ്കിൽ ഇവളെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ സേ ആണെങ്കിൽ ആദ്യം ചേച്ചിയുടെ അമ്മ ചീത്ത പറഞ്ഞു, പിന്നെ ഹ്യൂൻ ചീത്ത പറഞ്ഞു, ദേ ഇപ്പൊ ചേച്ചിയും ഇപ്പോഴാ ശരിക്കും എനിക്കൊരു ഫാമിലി വൈബ് അടിക്കുന്നതെന്ന് പറയുന്ന സേയോട് എന്താ അത് നിനക്കൊരു ശാപായിട്ട് തോന്നുന്നുണ്ടോ എന്നാണ് ക്യുജോങ് തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ ഇങ്ങനെയൊന്നുമല്ല വളർന്നതെന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് പോകുന്ന ഇവരെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നീട് ചാസിയോനയുടെ ഗെയിം വാച്ച് ചെയ്യുന്ന ലീഗുനെയും നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്യുജോങ്ങിനെയും പ്രാക്ടീസ് ചെയ്യുന്ന ലീഷിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. ലീഗുനാണെങ്കിലും ഇവന്റെ ടേബിളിൽ നിന്നും എത്തി നോക്കുന്ന ടൈമിൽ പതിവ് പോലെ അവിടെ ക്യുജോങ് ഇല്ല എന്ന് തിരിച്ചറിയുന്നതും ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിലും അവസാനം ഇവളുടെ ബ്രേസ്ലെറ്റിലേക്കൊക്കെ നോക്കിയിരുന്നിട്ട് ലേറ്റ് അണച്ച കിടക്കുന്ന ടൈമിൽ തൊട്ടടുത്ത് കിടക്കുന്ന സേയെ കണ്ണ് തുറക്കുന്നുണ്ട്, അതായത് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇവരെത്തുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും 2022 കൊറിയയിലത്തെ നാഷണൽ ടീമിലേക്കുള്ള സെലക്ഷനാണ് നടക്കുന്നതെന്ന്. അവിടേക്ക് ലീഗുനും ക്യുജോങ്ങും ഒരുമിച്ച് എത്തുന്നതും ഇവർ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ലീഗുനാണെങ്കിൽ എന്താ ഇങ്ങനെ നോക്കുന്നത്, തനിക്ക് എന്നോട് ഇപ്പോൾ ഫീലിങ്സ് തോന്നി തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇത്ര കൂളായിട്ട് ആരാ അവിടെ നിന്ന് നടന്നു വരുന്നതെന്നാണ് ഞാൻ നോക്കിയെന്ന് ഇവള് പറയുന്നതും ഇവനാണെങ്കിലും ആക്ച്വലി എന്നെ കാണാൻ കൂളായിട്ടൊക്കെ തോന്നുന്നു പറഞ്ഞ് ലെക്ചർ അടിക്കുന്ന ടൈമിൽ ഇവള് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ബാദോക്കിനെ ആയിരിക്കും നാഷണൽ ടീമിന്റെ കോച്ചായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവൻ ഹാപ്പി ആയിട്ട് സാറിനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ലീഗുനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമിലാണ് ലീഷിൻ അങ്ങോട്ട് വരുന്നത്. എല്ലാവർക്കും ഇവനെ കാണുമ്പോൾ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. അപ്പോൾ ക്യുജോങ് ആണെങ്കിലും ഇന്നലെ എന്താ ഫുഡ് കഴിക്കുന്ന ടൈമിൽ വരാനെന്ന് ചോദിക്കുമ്പോൾ ഇവൻ മൈൻഡ് ചെയ്യാതെയാണ് പോകുന്നത്. ഇതേ ടൈമിൽ ചാസിയോനൊക്കെയാണെങ്കിലും അമ്മ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നീ എന്തായാലും വിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും അങ്ങോട്ട് വരുന്ന ലേഡിയാണെങ്കിൽ ഇനി 10 മിനിറ്റ് ടൈമുള്ളൂ മാച്ചിനെന്ന് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ലീഗുൻ എന്താ വരാത്തെന്ന് ആലോചിച്ച് ആകെ ടെൻഷൻ അടിക്കുന്നതും പിന്നീട് പുറത്തേക്ക് വരുന്ന ടൈമിൽ എല്ലാവരും ചിയർ ചെയ്യുന്നുണ്ടെങ്കിലും ഇവള് പെട്ടെന്ന് ടെൻഷൻ അടിച്ച് കുഴഞ്ഞു വീഴുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അമ്മയും ലീഗുനും മറ്റും വന്ന് ഇവളെ പൊതിയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആംബുലൻസിൽ പോകുന്ന ടൈമിൽ ചാസിയോനിക്ക് ശരിക്കും ബോധക്ഷയം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ക്യുജോങ് ആണെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ, മര്യാദയ്ക്ക് എണീക്കെന്ന് പറയുന്നതും അതുപോലെ തന്നെ എണീക്കുന്ന ചാസിയോനെയാണെങ്കിൽ നേരത്തെ എനിക്ക് ശരിക്കും തലകറക്കം തോന്നിയിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ ക്യുജോങ് ആണെങ്കിൽ എല്ലാവരും നന്നായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലേ, പക്ഷെ നീ നന്നായി കളിക്കേണ്ട എന്ന് പറയുന്നതും എന്ത് ഇയാളുടെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് എന്നെ ശപിക്കുകയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ചാസിയോനയോട്. പിന്നെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഇങ്ങനെ തന്നെ പറയാം എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ, ഒരു ഗെയിം ആകുമ്പോൾ തെറ്റുപറ്റാം, അതുപോലെ മോശമായിട്ട് കളിക്കാം, അതൊക്കെ സർവ്വസാധാരണല്ലേ, അതിനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ച് ഇവളെ നന്നായിട്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എക്സ്പെക്ടേഷൻ ഇല്ലെന്ന് ചോദിക്കുന്ന ചാസിയോനയോട് മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷനെ പറ്റി ആലോചിക്കാതെ തൻ്റെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് ആദ്യം ആലോചിക്കുക, അത് നിറവേറ്റിയൊന്ന് മാത്രം ആലോചിച്ചാൽ മതി എന്ന് ഇവൾ പറയുന്നതും
ചോദിക്കുന്നതും പക്ഷെ ഞാൻ ഈ മാച്ചിൽ തോറ്റ നിങ്ങൾ എന്നായിട്ടുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യുമെന്ന് ചോദിക്കുന്ന ഇവളോട് ഇതെല്ലാം കേൾക്കുന്ന ലീഗുനാണെങ്കിൽ അത് ഉറപ്പല്ല എൻ്റെ സ്വീറ്റി എന്ന് പറയുന്ന ടൈമിൽ ഇവൾക്കാണെങ്കിൽ ലീഗുനെ കാണുമ്പോൾ നല്ല ഹാപ്പി ആകുന്നുണ്ട്. ലീഗുനാണെങ്കിലോ ഇനി പറ എങ്ങോട്ടാ വണ്ടി തിരിക്കേണ്ടതെന്ന് ചോദിക്കുന്നതും പിന്നീട് സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ചാസിയോനെയാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിൽ ഇവരോട് ബായ് പറഞ്ഞു പോകുന്ന ടൈമിൽ ക്യുച്ചോങ് അവിടെ ചോദിക്കുന്നുണ്ട്, അല്ല ഇവരുടെ ഈ ഡാറ്റയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്താ പ്ലാൻ ചെയ്തതെന്ന്. അപ്പോൾ കാണിക്കുന്നത് ഇവൻ നേരത്തെ ഈ കളിയുടെ മെയിൻ ആളെ കണ്ടിരുന്നല്ലോ, ആ സമയത്ത് ഇവൾക്ക് ഒറ്റയ്ക്ക് കളിച്ച എന്തായാലും നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടിയില്ല എന്നറിയാം. കാരണം ഇവൾക്ക് ഒരുപാട് കുറവുകളുണ്ട്. പക്ഷേ ഇവളെ ഡബിൾസ് ഗെയിമിൽ ഇടുകയാണെങ്കിൽ അതായത് രണ്ടുപേര് കളിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇവളുടെ കുറവൊക്കെ ബാലൻസ് ചെയ്ത് വിൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇവൻ പറയുന്നതും മെയിൻ ഡയറക്ടർ ആണെങ്കിലോ പക്ഷേ ഡബിൾസിലേക്കുള്ള ആളുകളൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരാളുണ്ടെന്ന് ഇവൻ പറയുന്നതും ആ ടൈമിലാണ് എന്താ എന്നെ വിളിച്ചെന്ന് ചോദിച്ച് ലീഷൻ അങ്ങോട്ട് കയറി വരുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ക്യുച്ചോങ് ആണെങ്കിൽ ലീഷനും ചാസിയോനെയും അപ്പോൾ ഒരുമിച്ചാണോ കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, അവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള കുറവുകളുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ടീമപ്പ് ആവുകയാണെങ്കിൽ ഇതിലും ബെസ്റ്റ് കോംബോ ഉണ്ടാവില്ല എന്ന് പറയുന്ന ലീഗുനോട് അപ്പോൾ ചാസിയോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലേ നമ്മുടെ കാര്യമുള്ളതെന്ന് പറഞ്ഞ് ഇവളൊരു ബ്രേസ്ലെറ്റ് എടുക്കുന്നതും ഇത് ചൈൽഡിഷ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞ് നമ്മൾ എന്താഗ്രഹിച്ചാലും നടക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളത് കെട്ടിക്കൊടുക്കുന്നതും എനിക്കിങ്ങനത്തെ അന്ധവിശ്വാസമൊന്നുമില്ല, പക്ഷേ ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ വിശ്വസിക്കാലേ എന്ന് പറയുന്ന ലീഗുന് അപ്പോൾ ഒരു കോള് വരുന്നതും ഇവൻ കോൾ എടുക്കാൻ പോകുമ്പോൾ ഇവളിങ്ങനെ കെട്ടിട്ടത് കൊണ്ട് തന്നെ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിലും ഇവള് ക്ലോസ് ആയിട്ട് വരുന്നത് കൊണ്ട് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നതും ഇവളുടെ കയ്യിൽ കിട്ടുന്നതും മൊബൈലല്ല പകരം ചാർജർ വാങ്ങിയതിന്റെ റെസീറ്റ് ആയിരിക്കും കേട്ടോ. ഇവനാണെങ്കിലും അത് മാറ്റുന്ന ടൈമിൽ അത് ചാർജർ വാങ്ങിയതിന്റെ റെസീറ്റ് അല്ലേ അത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് അത് പിടിച്ചു വലിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇവനായിട്ട് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ലീഗുനാണെങ്കിലും ഫിസിക്കൽ കോൺടാക്ട് ഒന്നും പാടില്ല മാറി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവളാണെങ്കിലും ഇത് പിടിച്ചു വലിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പണ്ടത്തെ പോലെ തന്നെ സ്നേഹിക്കേണ്ടി വരും എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ പെട്ടെന്ന് നീങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തനിക്കെന്നെ ശരിക്കും പേടിയാലെന്ന് ഇവൻ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ പെട്ടെന്ന് അത് തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ വീഴുന്നുണ്ട്. അങ്ങനെ ക്ലോസ് ആയിരിക്കുന്ന ടൈമിലാണ് ചാസിയോനെ വിളിക്കുന്നതും നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി എന്ന് പറയുന്ന ടൈമിൽ ഇവരങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. അല്ല ഈ ഡോക്ടറിന് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഏജൻസിയിൽ സെലക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്ന ലീഗുനോട് അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് ചാസിയോനെ പറയുന്നതും ഇവനാണെങ്കിൽ ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ആള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിലും എന്താ പറഞ്ഞെന്ന് ചോദിച്ച് പിന്നാലെ പോകുന്നൊരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ബാദുക്കാണെങ്കിൽ ലീഷിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഡബിൾസ് കളിക്കുന്നത് ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞ് പിന്നെ എന്തിനാ ഡബിൾസിൽ ചേർന്നേന്ന്, അവർക്ക് വേണ്ടി എനിക്ക് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന ലീഷിനോട് ആർക്ക് വേണ്ടിയിട്ട് ചാസിയോനോടെ കാര്യമാണോ പറയുന്നത് അതോ ലീഗുന്റെ കാര്യമാണോ എന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ലീഗുനും ക്യുച്ചോങ്ങും കൂടി വരുന്നത്. ഇവരെ കാണുന്ന ബാദുക്കാണെങ്കിലും അപ്പൊ അത് ആ ഡോക്ടർ തന്നെയാണല്ലെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ക്യുച്ചോങ് ആണെങ്കിൽ എന്താ ചാസിയോനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ നാളെ മുതലേ താൻ ബിസി ആയിരിക്കും, തനിക്ക് ഏജൻസിയിലേക്ക് വരേണ്ടി വരുന്നവൻ പറയുന്നതും ഇവൾക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. കണ്ടില്ലേ ഞാൻ ബെറ്റിൽ വിജയിച്ചു എന്ന് പറയുന്ന ക്യുച്ചോങ്ങിനോട് ആ ലിറ്റിൽ ക്യൂട്ടിക്ക് ശരിക്കും ആളുകളെ തിരഞ്ഞെടുക്കാൻ അറിയത്തില്ല എന്നിവൻ പറയുന്നതും അങ്ങനെ താങ്ക്സ് ഒക്കെ ഇവള് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ അവിടെ നിന്ന് ചിരിച്ചു പോകുന്നതും ഇത് കാണുന്ന ബാദുക്കാണെങ്കിൽ ലീഗുൻ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ടേ ഇല്ലല്ലേ. അപ്പൊ ഇതാണല്ലേ ഏജൻസിയിലെ ഡോക്ടർ എന്ന് ചോദിക്കുന്ന ബാദുക്കിനോട് ഏജൻസിയിലെ ഡോക്ടർ മാത്രമല്ല ചേട്ടന്റെ ഫസ്റ്റ് ലവ് കൂടിയാണെന്ന് ഇവൻ പറയുന്നതും ഇത് കേൾക്കുന്ന ബാദുക്കിന്റെ കിളി പോകുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ ശരിയാകുമെന്നാണ് ഇവൻ ആലോചിക്കുന്നത് എന്ന ലീഷിനോടൊന്നും പറയുന്നുമില്ല. ലീഗുനാണെങ്കിലും ചാസിയോനയുടെ അമ്മയെ കാണുന്നതും അപ്പൊ ഇവൻ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ ടീമിൽ സെലക്ട് കിട്ടിയത് കൊണ്ട് അമ്മയ്ക്ക് ഇനി എതിർപ്പൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പൊ ഇവനാണെങ്കിലും ഞാൻ ചാസിയോനെയും കുട്ടി കോച്ചിനെ കാണാൻ പോവാന്ന് പറയുന്നതും മാനേജർ ഹോഗിന് ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. ലീഗുനാണെങ്കിലും സത്യം പറയാലോ നിങ്ങൾ എതിർവശത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കധികം പ്രിപ്പയർ ചെയ്തത്, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ജയിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവള് മാത്രമല്ലല്ലോ ഇവിടെ സ്പോർട്സ് പ്ലെയേഴ്സ് ആയിട്ടുള്ളതെന്നാണ് ഹോങ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവരാണെങ്കിലും എന്തോ ഒന്ന് നാറുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ കോച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഇവൻ ചാസിയോനെയും കൂട്ടി എത്തുന്നത് അന്ന് റീയൂണിയന് പോയ അതേ ഹോട്ടലിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ലേറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കാണുന്ന ടൈമിൽ ലീഗിന് ഇതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ബാദുക്കാണെങ്കിൽ അതേ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഇതുവരെ ഒരു ട്രാൻസ്ലേറ്ററെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ലീഗിനോട് നമുക്കൊരു ഇറ്റാലിയൻ ട്രാൻസ്ലേറ്ററാണ് വേണ്ടതെന്ന് ഇവൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ അത് തപ്പുന്ന ടൈമിൽ ക്യുച്ചോങ് ഹാപ്പി ആയിട്ട് ഡ്രിങ്ക്സ് അടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിലും സെയോട് താങ്ക്സ് പറയുന്നതും എന്റെ ഡ്രീം ഏകദേശം സക്സസ് ആയി എന്ന് പറയുന്ന ടൈമിൽ ചേച്ചി ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ ആ ബ്രേസ്ലെറ്റ് പൊട്ടു എന്ന് പറയുമ്പോൾ എന്റെ ഡ്രീമിന്റെ ഏകദേശം അടുത്തെത്തി ഞാൻ എന്നാണ് കേട്ടോ ഇവള് പറയുന്നത്. അതിനുശേഷം ഇവളൊരു ബ്രേസ്ലെറ്റ് സയയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അതെന്തോ ഒരു സ്പെഷ്യൽ ബ്രേസ്ലെറ്റ് ഒക്കെയാണ്, അതിനെപ്പറ്റി എന്തൊക്കെയോ സയ പറയുന്നുണ്ട്. അങ്ങനെ ഇവളാണെങ്കിൽ ഇത് എനിക്ക് കെട്ടിത്തായോ എന്നൊക്കെ പറയുന്നതും എനിക്ക് അയാളെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയണേന്നാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുന്ന ക്യുച്ചോങ് ആണെങ്കിൽ അന്ന് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, നീ ഇത് ആരെയെ തപ്പുന്നതെന്ന് ചോദിക്കുന്ന ടൈമിലാണ് ഇവൾക്ക് ചാസിയോനോടെ കോള് വരുന്നതും അതായത് എനിക്ക് ബോർ അടിച്ചിട്ട് പോയി അതുപോലെ നന്നായിട്ട് നെർവസ് ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ലീഗുൻ ഇല്ലെന്നാണ് ഇവള് ചോദിക്കുന്നത്. ആള് പാർക്കിംഗ് ഏരിയയിലേക്ക് എൻ്റെ ലഗേജ് എടുക്കാൻ പോയി എന്ന് പറയുന്ന ചാസിയോനോട് എന്താ കാര്യം എന്നൊക്കെ ക്യുച്ചോങ് ചോദിക്കുന്നതും അതായത് ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ടെന്ന് അറിയുന്ന ക്യുച്ചോങ് ആണെങ്കിൽ വേഗം നോക്കുന്നത് സേ ആയിരിക്കും. ഇതേ
ടൈമിൽ പാർക്കിംഗ് ഏരിയയിലെത്തി ലഗേജസ് എടുക്കുന്ന ലീഗുനാണെങ്കിൽ പെട്ടെന്ന് സ്റ്റക്ക് ആവുന്നതും കാണിക്കുന്നുണ്ട്. ഹോട്ടലിലേക്ക് എത്തുന്ന സെയ ആണെങ്കിൽ ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്തിട്ടില്ല, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂല എന്ന് ചോദിക്കുമ്പോൾ ക്യൂച്ചോങ് ആണെങ്കിൽ അന്ന് ബാറിൽ വെച്ചിട്ട് നീ ഇറ്റാലിയൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, നിനക്ക് നന്നായി സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നതും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതുവഴി ഒരുപാട് കാശ് ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് സന്തോഷത്തിൽ പോകുന്ന ടൈമിൽ ബാദുക്കാണെങ്കിൽ നിങ്ങൾ ആ ഡോക്ടറല്ലേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നതും പിന്നീട് എനിക്ക് കുറച്ച് സമയമുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ലീഗുവിന്റെ ഡോക്ടറുടെ സ്ഥാനത്ത് നിന്ന് ഒഴിയണം, അതാകെ പ്രശ്നമാകുമെന്ന് പറയുന്നതും എന്തെന്ന് ചോദിക്കുന്ന ക്യുജോങ്ങിനോട് ഇവൻ പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞല്ലോ റിയൂണിയന് ശേഷം ഇവൻ ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ കാര്യം ഇവന്റെ ഫസ്റ്റ് ലവ് ആണെന്ന്, ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ കൂടെയുള്ളപ്പോൾ ആൾക്ക് പാസ്റ്റ് മെമ്മറീസ് ഒന്നും തിരിച്ചു വരത്തില്ല എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളിങ്ങനെ അവന്റെ കൂടെ നടന്ന അത് നിങ്ങളെ 3 പേരെയും ബാധിക്കില്ലേ എന്നാണ് കേട്ടോ ബാദുക്ക് ചോദിക്കുന്നത്. അതായത് റിയൂണിയന് ശേഷം ലീഷിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ബാദുക്ക് അവിടെ പറയുന്നതും ഇനി താൻ ആ 2 ബ്രദേഴ്സിന്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ പ്രശ്നമാകും, ദയവ് ചെയ്ത് പോകണം എന്നൊക്കെ പറയുന്നതും ഇത് കേട്ട് അങ്ങോട്ട് വരുന്ന ലീഷിനാണെങ്കിൽ ഞാനും ഡോക്ടറും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് നീ പറയുന്നതെന്ന് ബാദുക്കിനോട് ചോദിക്കുന്നതും എന്താ ബന്ധമൊന്നും ഇല്ലേ അതോ ഇല്ലയെന്ന് അഭിനയിക്കുകയാണോ എന്നാണ് ബാദുക്ക് തിരിച്ചു ചോദിക്കുന്നത്. അതായത് ഇവന്റെ വിചാരം ലീഗുവിന്റെ ഫസ്റ്റ് ലവ് ശരിക്കും ഡോക്ടർ തന്നെയാണെന്നാണ്, അങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്. ഇതേ ടൈമിൽ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുന്ന ലീഗുനാണെങ്കിൽ തന്റെ മെമ്മറിയിൽ വന്നുപോയ ആ ഒരു ഇൻസിഡന്റ് ഇവിടെ വെച്ചാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നതും അപ്പോൾ അന്ന് കണ്ടത് ഒരു ഡ്രീം ഒന്നുമല്ല ശരിക്കും നടന്ന കാര്യമാണെന്ന് പറഞ്ഞ് ഇവൻ നന്നായിട്ട് അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടി വരുന്ന ലീഗുനാണെങ്കിൽ അവിടെ എന്തോന്ന് കണ്ട് സ്റ്റക്കായി നിൽക്കുന്നതാണ് ഇവന് കാണാൻ കഴിയുന്നത്. ഇതേ ടൈമിൽ ബാദുക്കാണെങ്കിൽ അന്ന് ആ റിയൂണിയനിൽ വെച്ചിട്ട് അവന്റെ ഫസ്റ്റ് ലവ് നീയും ഒരുമിച്ചായിരുന്നില്ല എന്ന് ചോദിക്കുന്നതും ലീഷിനാണെങ്കിൽ അന്തം വിട്ടിട്ട് ക്യുജോങ്ങിനെ നോക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഗുനാണെങ്കിലും ആ കാറിൽ 2 പേര് കിസ് ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇവനാണെങ്കിൽ നന്നായിട്ട് തലവേദന ഒക്കെ വരുന്നതും ലീഷിനാണെങ്കിലും അപ്പൊ ആലോചിക്കുന്നത് അതായത് ഞാൻ അന്ന് കിസ് ചെയ്ത ആളാണ് ചേട്ടന്റെ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞ ഡോക്ടർ അല്ലേ, അപ്പോൾ അവളാണോ എന്ന് പറയുന്ന ടൈമിലാണ് ലീഗുൻ കോച്ചിനെ കാണാൻ പോകുന്നതും ഇവൻ അവിടെ എത്തുന്ന ടൈമിൽ തന്നെ സേ അങ്ങോട്ട് വരുന്നതും ഞാൻ ഇന്നത്തെ ഇന്റർപ്രിറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ടൈമിൽ ഇവൻ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 2 പേരും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ടൈമിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അതായത് ശരിക്കും ലീഗുന്റെ ഫസ്റ്റ് ലവിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്.